എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കൊക്കോക്ക കിട്ടിയായിരുന്നേ. യൂട്യൂബിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോസിനകത്തൊക്കെ കണ്ട് ഈ പച്ച കൊക്കോക്കായുടെ കുരു അരച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്നൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചായിരുന്നേ. അതിനായിട്ട് ഈ ഓരോ കൊക്കോ കുരു എടുത്ത് ഇതുപോലെ പിച്ചാത്തി വെച്ചൊന്ന് കണ്ടിച്ചിട്ട് ഈ കുരു അതിൻ്റെ അകത്തുനിന്ന് എടുക്കണം. അതിൻ്റെ പുറമേ ഉള്ള ഈ വെളുത്ത ഭാഗം കളയണേ. അത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇത് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്നതായിരുന്നു കണ്ടിട്ടുള്ളത്. പക്ഷേ ഈയിടയ്ക്ക് ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് ഇതിൻ്റെ ഈ പച്ച കുരു എടുത്ത് അരച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനിട്ടാണ്. ഈ കുരു എല്ലാം നമ്മളിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് കഴുകിയെടുക്കണേ. ഇതിങ്ങനെ മുറിച്ചപ്പോൾ ഇതിൻ്റെ അകം കണ്ടോ ഒരു ചോക്ലേറ്റ് കളറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുരുവെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇത് കുറച്ച് വെള്ളവും കൂടെ കൂട്ടി അരച്ചെടുക്കാം നന്നായിട്ട്. എന്നിട്ടിത് അരിച്ചെടുക്കണം ഒരരിപ്പേ കൂടെ. ഞാനിതിലേക്ക് ഒഴിച്ച വെള്ളം ഇച്ചിരി കൂടിപ്പോയായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും വെള്ളം കോരി ഒഴിക്കരുത്. ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അരച്ചെടുത്തിട്ട് ഇത് തെളി ഊറ്റി കളയണമെന്നായിരുന്നു. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് മട്ടൊന്നും അടിഞ്ഞില്ല. അതുകൊണ്ട് അതേപടി ഇട്ട് വറ്റിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. ഇത് അരയ്ക്കുമ്പോൾ കണ്ടോ അന്നേരം തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ കളറൊക്കെയാണ് കേട്ടോ. അപ്പോൾ അച്ചു ഓടി വന്ന് ഞാൻ അരിച്ചു തരാമെന്നും പറഞ്ഞ് അരിക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തത് മുഴുവൻ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പേ വെച്ച് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇത്രയും വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് ഒരുപാട് നേരം ഇളക്കേണ്ടതായിട്ട് വന്നു. ഇത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. ഇത് പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കണേ. വെള്ളം ഒരുപാട് ഒഴിച്ചുകൊണ്ട് ഒത്തിരി നേരം ഇതിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നായിരുന്നേ. ഇത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നു. നമ്മൾ ഒഴിക്കുന്ന പാലിൻ്റെ അളവൂടൊക്കെ കണക്ക് കൂട്ടി വെള്ളം എടുക്കുന്നതായിരുന്നു നല്ലത്. ഇത്രയ്ക്ക് ഓർത്തില്ല. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ വറ്റി വരും. ആ സമയത്ത് നമ്മളിതിന് മധുരമൊക്കെ നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ അന്നേരം വേണേൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇച്ചിരി കയ്പ്പ് രസമായിരുന്നു മുന്നിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതിനി നന്നായിട്ട് ഇളക്കി നല്ല പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവമായി വരണം. ഇതിൻ്റെ അകത്ത് വാനില എസൻസ് വേണേൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ അകത്ത് അതൊന്നും ചേർത്തിട്ടില്ല.
ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് തണുപ്പിക്കാൻ വെക്കണേ. ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കണം. പക്ഷേ ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് തണുത്ത് കഴിഞ്ഞിട്ടും ഇച്ചിരി കട്ടി തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുത്ത് പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ കുറുക്കി കേട്ടോ. അന്നേരം അങ്ങ് ഇച്ചിരി കൂടെ കട്ടിയായിപ്പോയി. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദേ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണെന്നൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ മിഠായിയൊക്കെ പോലെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മായം ഒന്നും ചേർക്കാത്ത ചോക്ലേറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.